ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് സ്ക്രാച്ച് ആൻഡ് വിൻ. ഭാഗ്യം തേടി പോകാത്തവരായിട്ട് ആരുണ്ടായിരിക്കില്ല അല്ലേ? ആ ഭാഗ്യം നമ്മളെ തേടി വരികയാണെങ്കിലോ. അത്തരത്തിൽ ഭാഗ്യ പരീക്ഷണത്തിൻ്റെ സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ പുതിയൊരു കളമൊരുങ്ങുമ്പോൾ ഇന്ന് അംഗത്തിനായിട്ട് എത്തിരുന്നത് ശില്പ ആൻഡ് ഉമ. ഹായ്, ഞാൻ ഉമ സന്ദീപ്, ഇരിഞ്ഞാലക്കുട പോത്താനിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ശില്പ, ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. തിരുവാതിര പിന്നൽ തിരുവാതിര അധ്യാപികയാണ്. ഹസ്ബൻഡും 2 ആൺമക്കളുമാണ് വീട്ടിലുള്ളത്. ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് ബിജു, 2 പെൺമക്കൾ. രണ്ടുപേരും റെഡ് മൂഡൊക്കെയാണല്ലോ. ഹലോ. യെസ്, സുഖരിക്കുന്നോ? ഉണ്ട്. ഇന്നൊരു പക്ഷേ ഭയങ്കരമായിട്ട് പ്രത്യേകത കൂടി ഉണ്ട്. കാരണം സുഹൃത്തുക്കളാണ്, ഗുരുശിഷ്യ ബന്ധമുണ്ട്. അതിനേക്കാൾ ഉപരി നല്ല ഭംഗിയായിട്ടുള്ള നർത്തകർ കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? ഞാൻ ഭയങ്കര കാര്യമായിട്ട് ബിൽഡപ്പ് കൊടുത്തു കഴിക്കുമ്പോൾ റെസ്പോൺസ് വരുന്നില്ലല്ലോ. ആണ് അല്ലേ? ഇന്ന് ഇവിടെ എത്തിയത് മത്സര പോരാട്ടത്തിന് തന്നെയാണ് അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ഡാൻസ് ഇഷ്ടമാകുമ്പോൾ കുറച്ചുകൂടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഇഷ്ടങ്ങളും അറിവും എത്രത്തോളം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഓക്കെ, റെഡി? എനിക്ക് എനർജി വേണം. സ്റ്റേജിൽ നിന്ന് ഓൺ സ്റ്റേജിലെ എനർജിയാണ് എനിക്ക് വേണ്ടത്. തുടങ്ങാലോ അല്ലേ? യെസ് പ്ലീസ്. എത്ര വർഷമായി ശരിക്കും ഈ ഒരു? ഞാനിപ്പോ തിരുവാതിര, പിന്നൽ തിരുവാതിര, അതാണ് ഒരു ട്രെഡിഷൻ. പിന്നൽ തിരുവാതിര, ഓക്കെ. എന്താ പ്രത്യേകത? തിരുവാതിരക്കളി നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നൽ തിരുവാതിര എന്താ കുറച്ചുകൂടെ പ്രത്യേകത? പിന്നൽ തിരുവാതിര ഒരു ട്രഡീഷണൽ ആർട്ട് തന്നെയാണ്. പക്ഷെ അധികാർക്കും പുതിയ തലമുറയ്ക്കൊന്നും അധികം അറിയില്ലായിരുന്നു. നമ്മളത് ഷോൾ ഇതാക്കിയിട്ടുള്ള സാരികൾ കെട്ടി അതുകൊണ്ട് ശരിക്കും അതൊരു ട്രഡീഷണൽ വേ ആണോ? അതിൽ പിന്നിലൊരു സ്റ്റോറി ഉണ്ടോ? ശരിക്കും കൃഷ്ണന്റെ ഗീതങ്ങൾ വെച്ചാണ്. അതായത് അമ്പാടിയിലെ കൃഷ്ണനെ ഗോപികന്മാർ കളിപ്പിക്കാനും പിണക്കം മാറ്റാനൊക്കെ വേണ്ടി ചെയ്തതാണെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മളത് കൂടുതൽ കളർഫുൾ ആക്കിയിട്ട് കുറച്ച് പേരധികം ആഡ് ചെയ്ത് നമ്മളിപ്പോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയാം. കാരണം തിരുവാതിരയ്ക്ക് കുറെ സ്റ്റെപ്സ് എടുക്കും നമ്മള്. പക്ഷെ പിന്നൽ തിരുവാതിരയ്ക്ക് അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. പക്ഷെ അതിൽ ഏകാഗ്രതയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം എന്താണ്? മാക്സിമം എമൗണ്ട് അടിച്ചുകൊണ്ട് പോകണം, മാക്സിമം സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ടു പോകണം അല്ലെ? അത് തന്നെയാണത്. ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം അല്ലെ? നമ്മൾ ശ്രമിച്ചാൽ എന്ത് നേടുന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു, പ്രാക്ടീസിലൂടെ എന്നുള്ളത്. അപ്പൊ അതേപോലെ ആ ചോദ്യങ്ങളും പ്രത്യേകിച്ച് നൃത്തവുമായി ബന്ധപ്പെടുമ്പോൾ കലയാണ്. സിനിമ കുറേ കൂടി ഇഷ്ടമായിരിക്കും, സിനിമ കാണുന്നവരായിരിക്കും. അപ്പൊ നമ്മുടെ 3 റൗണ്ട് പോകുന്നതും സിനിമയായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ 3 റൗണ്ടിലെ സമയങ്ങളും ചോദ്യങ്ങളും തരങ്ങളും വ്യത്യാസം ഉൾപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ 30 സെക്കൻഡ്സ് ഉള്ള 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത് നിങ്ങൾ 30 സെക്കൻഡ്സിനുള്ളിൽ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ഉത്തരം പറയണം. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ സമയപരിധി കൂടും. അതനുസരിച്ച് നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിരിക്കും കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അടുത്തതിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ കുറച്ചൊരു കല അത് വരയുടെ രൂപത്തിലൂടെ പുറത്തു വരുന്ന സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് അറിവാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ അറിവിന് ശേഷമുള്ള നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് എന്ത് വേണം? കാർഡ് വേണം. റൈറ്റ്? ഓക്കെ, ഇതൊരെണ്ണം ഇവിടെ സേഫ് ആയിട്ട് വെച്ചോളൂ. ആ സ്ക്രാച്ച് ചെയ്ത് വിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടി വരുമ്പോഴായിരിക്കും. അപ്പൊ റെഡി ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് പോയാലോ? എനിക്ക് എനർജി ആയിട്ടുള്ള ഒരു യെസ് വേണം. റെഡിയാണോ? റെഡി? യെസ്. അപ്പൊ എന്തായാലും കലയാണ്, ഡാൻസ് ആണ്, സിനിമയായിട്ട് എന്തായാലും ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ കുറെ അധികം ഡാൻസ് അല്ലെ പ്രമേയമായിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയേണ്ടത് ആ സിനിമ പേരുകളല്ല. അത്തരത്തിൽ വന്നുള്ള കീഴിലും കുറെ ആർട്ടിസ്റ്റുകളുണ്ട് അല്ലെ, ഡാൻസേഴ്സ് ഉണ്ട്. സോ ഡാൻസേഴ്സ് ആയിട്ടുള്ള മലയാളത്തിലെ 5 ആക്ടേഴ്സ്, മെയിൽ ഓർ ഫീമെയിൽ ആണ് പറയേണ്ടത്. നിങ്ങൾക്കുള്ള സമയം ഇവിടെ ആരംഭിക്കുകയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മഞ്ജു വാര്യർ, ശോഭന, വിനീത്, മോഹൻലാൽ, ലാലേട്ടൻ നല്ല ഡാൻസർ തന്നെയാണ്. എന്നാൽ പോലും ഒരു വിനീത് കൂടി ഉണ്ട്. ഓക്കെ, കാവ്യ മാധവൻ റൈറ്റ് ആൻസർ. തുറക്കൊട്ട് മോശമാക്കിയില്ല. ഞാൻ ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചു, കുറച്ചൊന്ന് പതറുന്നു അല്ലെ? പക്ഷെ ഉത്തരങ്ങൾ കൂടിയിട്ടുള്ള പതർച്ച ഉണ്ടായുള്ളൂ. അപ്പൊ എന്തായാലും നല്ല ഉത്തരങ്ങളായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് സ്ക്രാച്ച് ചെയ്യണ്ടേ? വേണ്ടേ? എത്രയാണ്? 500 റുപ്യാണ്. ഒട്ടും മോശമല്ല അല്ലെ? നിന്ന് അത് 3 തുടങ്ങാൻ പറ്റി. അതിനേക്കാൾ ഉപരി എമൗണ്ട് തന്നെയായിട്ട് കിട്ടി, ഡിജിറ്റലായിട്ട് തന്നെ കിട്ടി എന്നുള്ളതാണ് 500. സോ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേക്കും തന്നെ 2 പേരും ചേർന്ന് അല്ലെ 500 അടിച്ചിട്ടുണ്ട്. പോരെ? ഈ സന്തോഷം കണ്ടാൽ പോരല്ലോ. ഇവിടെ ഒരാൾ ഭയങ്കര ചിന്തിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും 500 തുടങ്ങിയേ ഉള്ളൂ. ഇതിൽ കുറേ അക്കങ്ങൾ വരാം അല്ലെ? പോവാം, പോവാതിരിക്കട്ടെ, കൂടട്ടെ. ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്.
അടുത്ത റൗണ്ടിലോട്ട് പോകണം. അപ്പോൾ 500 ഓൾറെഡി ഭാഗ്യം തുണച്ചിട്ടുണ്ട്. അതിൽ കൂടെ എമൗണ്ടുകൾ കൂട്ടേണ്ടിയിരിക്കുന്നു. കൂടി പോട്ടെ. അപ്പോൾ അടുത്ത ചോദ്യത്തിന് മുമ്പായിട്ട് കാർഡ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ പോരാട്ട വീര്യം തുടർന്നുണ്ടായിക്കോട്ടെ. തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുട എന്നാണ് വരുന്നത് അല്ലെ. സ്വാഭാവികമായിട്ട് കുറെ അധികം ആർട്ടിസ്റ്റുകളാണ് നാട്ടിൽ അങ്ങനെ കാണുന്ന ഒരാൾ കൂടിയാണ് ആയിരിക്കും ടോവിനോ അല്ലെ. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ തന്നെ ടോവിനോ അഭിനയിച്ച 5 സിനിമകളായിരിക്കും നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗപ്പി, തീവണ്ടി, തീവണ്ടി. എമ്പുരാൻ, ഓക്കെ പോട്ടെ. എമ്പുരാൻ, മായാനദി, മായനദി. 4 ഒന്നുകൂടെ വരണം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്? ലൂസിഫർ. എമ്പുരാൻ പറഞ്ഞപ്പോ ലൂസിഫർ തോന്നി വിചാരിച്ചു. നേരത്തെ വിനീത് മറ്റേ വിനീത് പറഞ്ഞതുകൊണ്ട് എമ്പുരാൻ പറഞ്ഞുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് വിചാരിച്ചു. പക്ഷെ റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും 2 ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അത്ര ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ട് തന്നെ എന്ത് വേണം, സ്ക്രാച്ച് ചെയ്യാലോ അല്ലെ. ഒരേ സ്പീഡ് കൂടുന്നുണ്ട്. ആ സ്പീഡ് കൂടിയോണ്ട് മുഖത്ത് അത്ര അങ്ങനെ തെളിച്ചും പോരല്ലോ. എന്താണ് 10 അല്ലെ. പറയുന്ന ശബ്ദം കേൾക്കുന്നില്ല. സോ 500 എന്ന 3 അക്കത്തിന് ശേഷം അല്ലെ 2 പേരും അടിച്ചിരിക്കുന്നു. കോപ്പ് നമ്പർ 10 അല്ലേ. 510 നല്ലതാണ്. ഒരു ഫാൻസി നമ്പർ പറയുന്ന പോലെ ഉണ്ട് അല്ലേ. എന്തായാലും 3 അക്കത്തിൽ തുടങ്ങി 2 അക്കത്തിലോട്ട് പോയി തിരിച്ച് നമ്മൾ 4 അക്കത്തിലോട്ടൊക്കെ എത്തും. എത്തില്ലേ? എനിക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസികളല്ലോ. എത്തും. ഓക്കെ യെസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലെ 2 ചോദ്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ നാടും അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൂടെ പോയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര അല്ലെ ഈസി ആയിട്ട് ചെയ്തു. ഇനിയുള്ള റൗണ്ടുകൾ അത്തരത്തിൽ എളുപ്പത്തിലായിരിക്കില്ല. കാരണം സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ വിശേഷങ്ങൾ കലയിലൂടെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അല്ലെ തുടക്കം കുറച്ചൊരു സ്മൂത്ത് ആക്കി പോയി. ഇനി അങ്ങനെ വേണ്ടല്ലോ. കാരണം ഇനി നേടാൻ ഒരുപാടാണുള്ളത്. ഒരുപാട് നേടണമെങ്കിൽ എന്ത് വേണം, കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ച് ടഫ് ഉണ്ടായിരിക്കും, കുറച്ച് പണിയെടുക്കണം. ശുഭാപ്തി വിശ്വാസത്തോടെ 2 പേര് നിൽക്കുന്നുണ്ട്. സോ വെൽക്കം ബാക്ക്. ഇതിൽ കംബാക്ക് നടത്തണ്ട, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എന്നുള്ള രീതിയിലേക്ക് വേണം അല്ലെ. രണ്ടാമത്തെ റൗണ്ട് എത്തുമ്പോൾ നമ്മുടെ 30 സെക്കൻഡ്സ് അത് 1 മിനിറ്റ് ആയിട്ട് 60 സെക്കൻഡ്സ് ആയിട്ട് പോകുന്നു എന്നുള്ള അനുകൂലം നിങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒപ്പം നിന്നായിരിക്കില്ല മത്സരിക്കുക. ഒരാൾ മെല്ലെ എൻ്റെ അടുത്തോട്ട് വരേണ്ടി വരും. അപ്പോൾ അതിനുശേഷമായിരിക്കും ഫേസ് ടു ഫേസ്. അതേപോലെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്തെത്തും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മൂവി ഡയലോഗ് ആയിരിക്കും. ആ ഡയലോഗിലൂടെ മൂവി ഏതാണെന്നുള്ള ഗസ് ചെയ്യാന്നുള്ള ഇതിലേക്ക് നിങ്ങൾ പോകുന്നത് ഗെയിം. ഓക്കെ റെഡി? സോ നിങ്ങൾ ഇങ്ങോട്ട് ഒരാളെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് കാർഡ് വേണ്ടേ? തുടക്കത്തിൽ തന്നെ എടുത്തു അല്ലേ. യെസ്. അപ്പൊ ഇനി പറഞ്ഞോളൂ, ആരാണ് ആദ്യം വരാൻ പോകുന്നത്? ധൈര്യം സംഭരിച്ച് ഇതൊന്നും വിഷയമില്ല. പൊക്കോന്ന് രീതിയിലൊക്കെ മെല്ലെ ഡയലോഗ് വായിച്ചോളൂ. പറഞ്ഞു കേൾപ്പിക്കണ്ട. അവിടെ എന്തായിരിക്കും കുറച്ചൊന്ന് ആലോചിക്കട്ടെ. അതെ, കുറച്ച് വായിക്കുമ്പോഴേക്കും അവിടെ ഗസ് ചെയ്തോളും അല്ലേ. നിസ്സാരം. നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങനെ പോകാൻ വന്ന ആളല്ല ഈ വക്രിക്കുഞ്ഞ്. അതിൽ കിട്ടുന്ന പ്രതീക്ഷയിലാണ് നേരത്തെ പറഞ്ഞാൽ കിട്ടുന്നു. കിട്ടിയിട്ടില്ല. അടുത്ത് വായിച്ചോ. കിട്ടിയില്ല. വക്രിക്കുഞ്ഞോ? ഷോ, പേരിട്ടവനെയൊക്കെ വെട്ടിക്കൊല്ലണം. മാക്കിർ കുഞ്ഞെന്ന്. പോരട്ടെ. ദിലീപിന്റെ മൂവി. സിനിമയുടെ പേര് തരണം. ഇവിടെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അടുത്ത് പോരട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോസൂട്ടി. ഏത് ജോസൂട്ടി? ഉറപ്പാണോ? ഡയലോഗ് ആര് പറഞ്ഞതാ? ഉറപ്പല്ലേ? ഇത് ആര് പറഞ്ഞായിരുന്നു? സീൻ ദിലീപിനോട് ആര് പറഞ്ഞത്? സുരാജ്. നമ്മുടെ റൈറ്റ് ആൻസർ ഓൾറെഡി മൂവിയിലൂടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മൂവിയാണ്. പക്ഷെ എങ്കിൽ പോലും ആ ക്യാരക്ടർ ചോദിച്ചത് മാത്രം. സോ കൺഗ്രാറ്റുലേഷൻസ്. എത്രയൊക്കെ ഘട്ടങ്ങളുള്ള ദിലീപേട്ടൻ, ജോസൂട്ടി, പിന്നെ അവിടെ കൂടെ കണക്ട് ചെയ്തിട്ട് വക്രക്കുഞ്ഞിൽ കിട്ടുന്നായിരുന്നു പ്രതീക്ഷ അല്ലേ. അല്ലേ? അതെങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഗുരുശിക്ഷ തന്നെ മാറും. വേറെ ലാംഗ്വേജ് ഒക്കെ വന്നേരം. അവിടെ ദേഷ്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ സ്ക്രാച്ച് ചെയ്യാം. മെല്ലെ 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 ടെൻഷൻ മെല്ലെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അക്കങ്ങളാണോ അക്ഷരങ്ങളാണോ? അക്കങ്ങളാണ്. എത്രയാ? 200. അപ്പൊ എന്തായാലും സെക്കൻഡ് റൗണ്ടില് എന്തായാലും അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. പോയില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല. തുടക്കം 3 അക്കത്തിലൂടെ തന്നെയായിരുന്നു. 2 അക്കത്തിൽ 1 ഇറങ്ങിയെങ്കിലും നഷ്ടപ്പെടുത്താതെ തന്നെ വീണ്ടും 3 അക്കത്തിലൂടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ എമൗണ്ട് ഇപ്പോഴും 4 അക്കം ആയിട്ടില്ല. 710 സോ അത് അടുത്ത ചോദ്യത്തിൽ നേടാൻ പറ്റട്ടെ. റെഡി? പറ്റില്ലേ? ഓക്കെ.
യെസ്, അപ്പൊ എന്തായാലും നേരത്തെ മെല്ലെ ടീച്ചർ അല്ലെ ഇവിടെ നിന്നൊക്കെ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചർ അതിന് പ്രാവശ്യം വരുത്തിക്കാം അല്ലെ. അപ്പൊ എന്തായാലും ആ ബാക്കി കൂടെ നമുക്ക് അറിയാനുള്ള കാർഡ് സെലക്ട് ചെയ്യാം. ഒരാളെ ആദ്യത്തെ നിർത്തു, ഇപ്പുറത്തുനിന്ന് അവസാനത്തിൽ നിർത്തു അല്ലെ. ഓക്കെ, ആ കാർഡ് അവിടെ വെച്ചിട്ട് മെല്ലെ ടീച്ചർ ഇങ്ങോട്ട് പോരെ. യെസ്, ആൻഡ് ഇതുവരെ ടീച്ചറിനുള്ളിൽ അല്ലേ നൃത്ത അധ്യാപികയായിട്ടും നർത്തകിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇനി ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പെർഫോമർ ആയിട്ട് ഇവിടെ കാണാൻ പോവാണ് അല്ലെ. ഉറക്കെ വായിച്ച് കേൾപ്പിക്കാലോ. സോ 3, 2, 1 here we go. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കുടലൂരിലെയും കൂപ്പിൽ കൂപ്പുമണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് കിരീടോ മാധവനുണ്ണിയോ? നാട്ടനെ വരെ മാറ്റി കളഞ്ഞല്ലോ. ചിന്തിച്ചോ? വായിച്ചോ. വേണമെങ്കിൽ അതന്നെ ഒന്നുകൂടി വായിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളത് വായിക്കാം, ഇഷ്ടമുള്ള പോലെ വായിക്കാം. പക്ഷെ ഒന്നുകൂടി അലിച്ച് നോക്കിക്കാം. നേരത്തെ ഒക്കെ പറഞ്ഞ ഇഷ്ട ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞ പേര് ഉണ്ടായിരുന്നു, നടിയായിട്ടുണ്ടായിരുന്നു. പോട്ടെ, ഒന്നുകൂടി വായിച്ചു. ശരിയാ. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനും ആളായ കഥകൾ നെഞ്ചുവിരിക്കാനും പറഞ്ഞു നെഞ്ചുവിരിക്കാനുമല്ല, മുള്ളും ചെടിക്ക് വിഷക്കായ പോലെ അവനോട് പറയണം മാധവനുണ്ണി അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ ഒരു മകനെ ഇവന് ദൈവം കൊടുത്തിട്ടില്ല. ആ കഥ കൂടി ചെയ്യാൻ മാധവനുള്ളിയുള്ള കിരീടത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ കേക്കട്ടെ. അതേതാ? അതല്ല, പെട്ടെന്ന് എന്നിട്ട് ഇപ്പൊ കിട്ടിയോ? ഇല്ല, നേരത്തെ പറഞ്ഞ നർത്തകിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോ അല്ലെ പറഞ്ഞിട്ടുള്ള ശോഭന മാം കൂടെ നായികയായിട്ടുള്ള സിനിമയാണ്. ഏതായിരുന്നു? മാധവനുണ്ണി ആരുടെ ക്യാരക്ടറാ? എനിക്ക് വരുന്നില്ല. ഇല്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഒരു ക്ലൂ, ഒരു കൗതുകത്തിന് ചോദിക്കാം. ടീച്ചർ ഒരു ക്ലൂ അല്ലാതെ കൊടുക്കണേ എന്ത് കൊടുക്കും? സിനിമയുടെ മൂവി ഗസ് ചെയ്യിപ്പിക്കാനാണെങ്കിൽ അതൊക്കെ പറ്റും. ടീച്ചർ കണ്ടിട്ടുണ്ടോ? ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ട്. ഓക്കെ, ആ മൂവി ഗസ് ചെയ്ത് പറയിപ്പിക്കാനാണെങ്കിൽ എന്ത് ക്ലൂ കൊടുക്കും? വലിയ മനയിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്. ഒന്ന് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ പിന്നെ 1-2 പേരേ ഉള്ളൂ. നിരാശയുണ്ട്, വിഷമുണ്ട്, കുഴപ്പമില്ല ടീച്ചറെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലതിന് ചെയ്യണം, നല്ല സ്റ്റെപ്സ് കൊടുത്ത് തെറ്റിക്കുമ്പോ പറഞ്ഞാൽ മതി. ഇവിടെയല്ല അവിടെ. ഓക്കെ, ഒരു പക്ഷെ 4 അക്കം കിട്ടാനുള്ള ഒരു കാർഡ് കൂടി ആയിരിക്കും മിസ്സായി. സോ എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ കൂടെ തരാം. ആ കാർഡ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ. ഇല്ലെങ്കിൽ നിർഭാഗ്യം തുണച്ച റൗണ്ടാണ്. ആ കാർഡ് വേണ്ടാന്ന് വെക്കാം. ഏത് വേണം? വേണോ? എന്നോട് ഞാൻ തിരിഞ്ഞേക്കാം, പറഞ്ഞോ. എന്ത് വേണം? കീപ്പ് ചെയ്യാം. തീരുമാനത്തിൽ ഉറച്ചു നിന്നു അല്ലെ. യെസ്. അപ്പൊ എന്തായാലും ഇതുവരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു വരികയായിരുന്നു. ഒരു ഉത്തരം പോലും മിസ് ചെയ്യാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ചിലൊരു കൺഫ്യൂഷൻ വന്നതിൽ രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. പക്ഷെ ആ കാർഡിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നില്ല. കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടുപേരുടെയും തീരുമാനം അല്ലെ. ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു, ഒപ്പം നിൽക്കുന്നു. രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ രണ്ടുപേരും നേടിയിരിക്കുന്നത് 710 ആണ്, 710 അല്ലെ ആണ്. 710 രൂപയാണ് രണ്ടുപേരും നേടിയിരിക്കുന്നത്. അപ്പൊ ഇത് 4 അക്കം ആവോ ഇല്ലെങ്കിൽ ഭാഗ്യം ഇനി എത്രത്തോളം തുണയ്ക്കോ എന്നുള്ളത് അറിയണമെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് പോകണം അല്ലെ. അങ്ങനെ ഭാഗ്യ പരീക്ഷകൾ രണ്ടുപേരും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് ഒരു തുടർച്ച ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ അല്ലെ. എന്താണ്? ഒരു കാർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഭാഗ്യം ഉണ്ടായിരിക്കുമോ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കുറച്ച് കലാകാരികളെ ഞാൻ പുറത്തെടുക്കാൻ പോവാണ്. ഓക്കെ, ഡാൻസിലൂടെ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഇനി അത് വരയിലൂടെ കൂടി ആവാനുള്ള സമയം കൂടിയാണ്. അപ്പൊ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെ വേർബിലായിരുന്നു, സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഡയലോഗ് പറഞ്ഞ് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ആ ഡയലോഗോ മറ്റൊന്നോ സിനിമയുടെ പ്രമേയോ പറഞ്ഞു കേൾക്കാനാവില്ല. ആളുടെ വരയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, അതിൽ നിന്നായിരിക്കും ഉത്തരങ്ങൾ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിലുള്ള അത് കൃത്യമായി ഐ കോൺടാക്ട് ഒക്കെ ഉണ്ടോ? രണ്ടുപേരും ഞാൻ കുറെ ഡാൻസ് ചെയ്തിട്ട് മുദ്രയൊക്കെ പഠിപ്പിച്ചിട്ട് ഇനി എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, മൈൻഡ് റീഡിങ് വശമുണ്ടോ എന്ന് അറിയില്ല. സോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. സോ റെഡി? അപ്പൊ എന്തായാലും കാർഡ് തരാൻ ഇനി ഞാൻ അങ്ങോട്ട് വരേണ്ടതില്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾ നിങ്ങളിൽ നിന്ന് എന്റെ അടുത്തോട്ട് വരണം. ആരാ വരാൻ പോകുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കണിട്ട് പോലും. ഞാനൊരു മൂവി ടൈറ്റിൽ തരും, അതുമായി ബന്ധപ്പെട്ട ക്യാരക്ടർ ആർക്കോ അല്ലെങ്കിൽ സിനിമയുടെ ക്ലൂ കിട്ടുന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആ വരയ്ക്കനുസരിച്ച് അവിടെ നിന്ന് ഗസ് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് 60 സെക്കൻഡ്സിൽ എങ്ങനെ വേണമെങ്കിലും അത് ഡെവലപ്പ് ചെയ്യാം ആ ത്രെഡിന് വെച്ചിട്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും കാര്യങ്ങൾ, വാക്കാ പറയാൻ പറ്റില്ല. റെഡി? യെസ്. അപ്പൊ ഞാൻ തരട്ടെ? നിസ്സാരം അല്ലേ? ഓക്കെ, കിട്ടി അല്ലേ? ഇനി അത് എങ്ങനെ വരച്ചു കൊടുക്കണം എന്നുള്ള പേര് കിട്ടിയത് മനസ്സിലായി. വായിച്ചു നോക്കിയാൽ പോലെ ഈ പേരിന്റെ അവിടെ കിട്ടണം, അതാണ് നമ്മുടെ ഗെയിം. ഓക്കെ, ആ ഗെയിം വരച്ച് ഫലിപ്പിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നേരത്തെ അവിടെ പല പരീക്ഷകൾ നടത്തും, കിട്ടാനുള്ളത് അത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും ടീച്ചർ വരച്ചു തുടങ്ങിക്കോ, ഞാൻ അപ്പുറത്തുണ്ടായിരിക്കും. ഓക്കെ, വെയിറ്റ്.
So 3, 2, 1, here we go. Okay. മേശക്കില്ലേ അല്ല വരയ്ക്കുന്ന സംഭവം ഒന്നും പറയാൻ പറ്റില്ല. ബ്രില്യൻ മൂവ്. അതൊന്നും പറ്റില്ല. പൂച്ച. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂച്ച തന്നെയാണോ? അല്ലെങ്കിൽ അല്ലാന്നുള്ള ആക്ഷൻ കൊടുക്കാം, പറയാതെ എഴുതാ മതി. ബുദ്ധിപരമായ നീക്കം, ബ്രില്യൻ മൂവ്. അത് കീടലം ഗ്ലൂ ആണ്. അതിലടിച്ചില്ലെങ്കിൽ മോശം കേട്ടോ. നേരത്തെ കിട്ടിയെങ്കിൽ ഇരട്ടി ട്രോള് കിട്ടും. പൂച്ചയാണോ? ആണോ? അടുത്ത കേസിലോട്ട് ആയിക്കോ. പൂച്ചല്ല അല്ലാന്ന് മാത്രം പുലിയാണോ? പുലി. പട്ടിയാണോ? അതല്ല, ആണോ ചോദിച്ചാണെന്ന് പറഞ്ഞോ? അല്ല അതിന്റെ ഇടയ്ക്ക് പലതും മിസ് ആവുന്നുണ്ട്. പൂച്ചല്ല പുലിയാണോ? ആണ്. ഓക്കെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുലിമുരുകനാണോ? ആണോ? ആണോ? ആണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. എനിവേ ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്, അത് പറയാതെ വയ്യ. സോ നേരത്തെ കീപ്പ് ചെയ്ത കാർഡ് സ്ക്രാച്ച് ചെയ്യാനുള്ള സമയം കൂടിയാണ്. എന്നിട്ട് വെയിൽ പറഞ്ഞില്ലല്ലോ, ചുമ്മാ തന്നുവാ. അതല്ല, ഇപ്പുറത്ത് ഞാൻ നോക്കി വെയില്. അതിപ്പോ പുലി അല്ല എന്ന് പറയുകയാണെങ്കിൽ വെയിലേക്ക് പോവായിരുന്നോ? ഇല്ല. അപ്പൊ എന്തായാലും കീപ്പ് ചെയ്ത കാർഡ് സ്ക്രാച്ച് ചെയ്യാനുള്ള തീരുമാനം കൂടിയാണ്. പക്ഷെ ആ തീരുമാനം ശരിയായിരുന്നോ അല്ലയോ എന്നുള്ളത് നമ്മൾ സ്ക്രാച്ച് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലെ? വലിയ എമൗണ്ട് ആണ് കാത്തിരിക്കുന്നത്, അല്ലേ? കീപ്പ് ചെയ്തത് വെറുതെ ആയോ അല്ലയോ എന്നുള്ളത് ചില മുഖഭാവങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സോ കേക്കട്ടെ, ആ കാർഡ് കീപ്പ് ചെയ്ത് നല്ലതായോ? ശാപം കിട്ടും. പുലിയുടെ ശാപം കിട്ടിയത് അത് വരച്ച ആളെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എത്രയായിരിക്കും? രൂപ, അല്ലെ? ഞാൻ കുറെ വട്ടം ചോദിച്ചു, വേണേൽ കാർഡ് മാറ്റാം അല്ലെ? പക്ഷെ ആ കാർഡിൽ വിശ്വസിച്ചു, അല്ലെ? കാർഡിൽ നമ്മൾ വിശ്വസിച്ചു, പക്ഷെ പുലി വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. സോ ആ ക്രൂരതയ്ക്ക് 1 രൂപയാണ് തന്നിട്ടത്. സോ 710 നിന്ന് നമ്മൾ 4 അക്കത്തിലോട്ട് പോകുന്നില്ല, 711 മാറുന്നുള്ളൂ. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇതിനല്ല, വര നല്ലതായിരുന്നു അതുകൊണ്ട്. ഓക്കെ, യെസ്. സോ അത് കീപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വര കണ്ട് അപ്പുറത്ത് ശില്പിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നു, എനിക്കുള്ള ആ വരയ്ക്കുള്ള അവസരം തരുമെന്നുള്ളത്. കാരണം നേരത്തെ മാധവനുണ്ണി കിരീടം ഇതിൽ തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ്, അല്ലെ? അവിടെ ഉണ്ടാക്കി ക്ഷീണം മുഴുവൻ തീർക്കാനുള്ള സമയം കൂടിയാണ്. അപ്പൊ തിരിച്ചു വരവ് ശരിക്കും 2 പേർക്ക് കൂടിയാണെങ്കിൽ പോലും സ്പെഷ്യലി അത് ശില്പിക്കായിരിക്കും, റൈറ്റ് അല്ലെ? വരയിലൂടെ കാണിക്കണ്ടേ? യെസ്. അപ്പൊ എന്തായാലും 1 പോയത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തിരിച്ചു പിടിക്കാനുള്ള അവസരം ഞാൻ തരാം. ഒരു കാർഡ് എടുത്തു. അപ്പൊ എന്തായാലും കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 അക്കത്തിൽ പോയി ഒരു ഒറ്റക്കത്തില് 1 രൂപയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും വരയ്ക്കാനുള്ള അവസരത്തിനായിട്ട് അടുത്ത് ഇനി ആരാൻ പോകുന്നേ? വളരെ കുറച്ചധികം സിമ്പിൾ ആയി പോയോ? സിമ്പിളാണ്. അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ ഇങ്ങനത്തെ സംസാരിച്ച് ഇതാക്കണ്ട, എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ആലോചിച്ചോളൂ. ഞാൻ മെല്ലെ ടീച്ചർ അടുത്തോട്ട് പോവാം. കുറച്ചൊരു ഗ്യാപ്പ് ഒന്നുള്ളൂ. അപ്പോൾ നമ്മൾ വരച്ച് നേരത്തെ പുലിയെ കവച്ച് വെക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. പുലിയെ കവച്ച് വെക്കരുതെന്നാണ് ഇവിടുത്തെ ലക്ഷ്യം. ഓക്കെ, റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തലചക്രം ഇതെന്നാ സംഭവം? ലോലിപോപ്പ്. സിനിമ ഉണ്ടോ? ആരുടെ? ജയസൂര്യ ഉണ്ട്, ഭാവനുണ്ട്. യെസ്, അത് കലക്കിയിട്ടത്. നിസ്സാരായിട്ട് സമയം കൂട്ടി കൊടുത്തു, പക്ഷെ കൃത്യമായിട്ട് ഒരു 4 സെക്കൻഡ്സിനുള്ളിൽ ഓൾറെഡി വരച്ച് കൃത്യമായിട്ട് അത് ഗസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഒരു പക്ഷെ നമ്മുടെ സ്ക്രാച്ച് ടൈമിൽ ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനിൽ വരച്ച് അത് ഗസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് നിങ്ങളാണെന്നുള്ള റെക്കോർഡ് പറയാതിരിക്കാൻ വയ്യ. അതെ, മാധവനുണ്ണിയുടെ ക്ഷീണം ഇതിൽ പോയിട്ടുണ്ടല്ലോ, അല്ലെ? ആ വിഷമം അങ്ങോട്ട് മാറി. ആ വിഷമം മുഴുവനായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? അതെ, എപ്പിസോഡ് കഴിഞ്ഞവരെ പോവും. ഇനി ആ വിഷമം മാറണമെങ്കിൽ അതിലൂടെ കൂടെ സ്ക്രാച്ച് ചെയ്യണം. ആ സ്ക്രാച്ച് ചെയ്ത് മാത്രം പോരാ, എമൗണ്ട് കൂടെ വലുതാവണം. റെഡി? അക്ഷരങ്ങളാണോ അക്ഷരങ്ങളാണോ? ഇതിലെങ്ങാനും ആ ഓൾഗോൺ അടിച്ചിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഉറപ്പിച്ചോ? 4 അക്കത്തിലേക്ക് കിടക്കില്ല, 3 അക്കത്തിൽ തന്നെയാണ് സ്ക്രാച്ച് ചെയ്തിട്ടുള്ളത്, അല്ലെ? 150, 150. നേരത്തെ ഓൾറെഡി അല്ലെ 711 ആയിരുന്നു, പ്ലസ് 150 ആണ്. അപ്പൊ 861 രൂപ, റൈറ്റ്?
സോ 4 അക്കത്തിലേക്ക് ജസ്റ്റ് മിസ്സായി അല്ലേ. ഓൾറെഡി നമ്മൾ ശ്രമങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഓൾ ഗോൺ ആയില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഒറ്റക്കത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാർഡ് റീപ്ലേസ് ചെയ്തില്ല എന്നുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചെറുതായിട്ടൊരു നിർഭാഗ്യം തുണച്ചെങ്കിലും ഭാഗ്യമില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം എന്തായാലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി 15 കാർഡ്സ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് നിറയെ വിലക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചിലക്ക് അത് എടുക്കാൻ പറ്റുമായിരുന്നു, ഇല്ലെങ്കിൽ ഓൾ ഗോൺ കിട്ടിയില്ല എന്നുള്ള ഭാഗ്യം കൂടി പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എമൗണ്ട് 3 അക്കത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. സോ 861 861 രൂപയിലൂടെയാണ് നമ്മുടെ 3 റൗണ്ട് പിന്നിടുമ്പോൾ ഭംഗിയായിട്ടുള്ള ലോലിപോപ്പ് വരയിലോട് കൂടി എത്തിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. താങ്ക് യു. അപ്പം എന്തായാലും അതിൻ്റെ കൂടെ കുറച്ച് സമ്മാനം കൂടി തന്നത് ഞാൻ ഹാപ്പി ഇരട്ടിയാക്കട്ടെ. സോ ഇനി കുക്കിംഗ് അറിയാത്തവർക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാം, അതും ട്രഡീഷണൽ ടേസ്റ്റോട് കൂടി തന്നെ. ഗ്രാവി റൂട്ട്സിൻ്റെ ഒനിയൻ ചില്ലി സ്പൈസസ് ആണ്. ലോകാമൃത് ഹണി ഫോർ നാച്ചുറൽസ്. നിങ്ങൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും, പ്രത്യേകിച്ച് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലേ, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഷോസ് ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഹെൽപ്പ്. ഇനി പാചകം അറിയില്ല എന്നൊരു പേടി വേണ്ട, ഖദീജ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ പാചകം ചെയ്യാം. സോ ഖദീജ ഫുഡ്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ. കേരളത്തിലെ മികച്ച ഹാൻഡ് മെയ്ഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിട്ടുള്ള നിള ഹെർബൽസിന്റെ ഗിഫ്റ്റ്സ് കൂടിയാണ്. സോ ഡെർമറ്റോളജി ടെസ്റ്റർ കൂടിയാണ്. സോ കുറച്ചുകൂടി രണ്ടുപേരും സൗന്ദര്യം ഉള്ളതുകൊണ്ട് അല്ലേ, കുറച്ചുകൂടി സൗന്ദര്യം കൂടട്ടെ. യെസ്, ആൻഡ് ഫൈനലി EIQ കോസ്മെറ്റിക്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. റീജിയണൽ ആൻഡ് ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ്. ഇന്ത്യയിൽ തന്നെ സ്കിന്നിനായിട്ട് പ്രത്യേകം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. സോ ഹെൽത്തി ആണ്, അതിനേക്കാൾ വെരി സേഫ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി അല്ലേ? റെഡിയാണ്. അപ്പൊ എന്തായാലും കൈ നിറയെ സമ്മാനം നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും നേടിയിട്ടുണ്ട്. അപ്പൊ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള വരവ് വെറുതെ ആയില്ല അല്ലേ. അപ്പൊ കുറെ അധികം വേദികൾ ഇതിനോടകം തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്, നൃത്തമായി തുടരുന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് അല്ലെ, നവമാധ്യമങ്ങളിലും ആക്റ്റീവാണ്. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഈ യാത്ര തുടരട്ടെ, ഭാഗ്യങ്ങൾ ഇതേപോലെ പിന്നെയും തേടി വരട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ബോത്ത് ഓഫ് യു. റെഡി? യെസ്. അപ്പൊ എന്തായാലും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു യാത്രയിലൂടെ ഇന്ന് പോയി, നൃത്തത്തിലൂടെ തുടങ്ങി, അതിനേക്കാൾ ഉപരിയായിട്ട് കുറേ സമ്മാനങ്ങൾ തേടിക്കൊണ്ട് ഈ യാത്രയുടെ ഇന്നത്തെ വിശേഷങ്ങളോട് തീരുകയാണ്. അപ്പൊ പുതിയ അംഗക്കളത്തിൽ ആരൊക്കെ മത്സരിക്കാൻ വരുന്നു സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പൊ അതുവരേക്കും ഒരു